ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആദ്യം അറസ്റ്റിലായ കട്ടളപ്പാളി കേസിലെ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. ദ്വാരപാലക കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷയും ഇന്ന് സമർപ്പിക്കും. വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി എടുക്കുകയാണ്. ജാമ്യത്തിനുള്ളൊരു സാധ്യത ഉണ്ടോ? എന്താണ് നിയമവിദഗ്ധരൊക്കെ പറയുന്നത്? തീർച്ചയായുമായ ഇക്കാര്യത്തിൽ മുൻ വിധികളെ ജാമ്യാപേക്ഷകളെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ഈ തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ അനുകൂല നിലപാടെടുക്കാൻ, അതായത് വിധി ജാമ്യാപേക്ഷയ്ക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ജാമ്യാപേക്ഷ നൽകില്ല എന്നൊരു തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് നിയമവിദഗ്ധരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം ഇത്തരത്തിൽ കഴിഞ്ഞ തവണ ഈ പ്രതികളെല്ലാം തന്നെ മുരാരി ബാബു, വാസു, പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകളൊക്കെ കോടതി തള്ളിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചില സാങ്കേതികതകളിലേക്ക് നോക്കുമ്പോൾ 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത കേസുകളിൽ മാത്രമാണ് കോടതി ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞ് കൊണ്ട്, അല്ലെങ്കിൽ ജാമ്യം അവർക്ക് സ്വാഭാവിക ജാമ്യം നൽകുന്ന ഒരു സമീപനത്തിലേക്ക് കോടതി എത്തിയത്. പക്ഷേ ഇടക്കാലത്തായി ഇവർ സമർപ്പിച്ച ഈ ജാമ്യാപേക്ഷകളിൽ ഒന്നും തന്നെ കോടതി വിധി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ ഈ കേസും പരിഗണിക്കുമ്പോൾ ഇന്ന് തന്ത്രി ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലാണ് ആദ്യം ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ജാമ്യാപേക്ഷയും തള്ളുന്നതിനുള്ള സാഹചര്യങ്ങളാണുള്ളത്. ഇന്ന് സമർപ്പിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് സമർപ്പിക്കുന്ന ജാമ്യാപേക്ഷ, അത് ദ്വാരപാലക കേസിൽ, കട്ടളപ്പാള കേസിലെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുമ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒപ്പം തന്നെ ദ്വാരപാലക കേസിലെ ജാമ്യാപേക്ഷയും കൂടി കോടതിയിൽ തന്ത്രി സമർപ്പിക്കുന്നുണ്ട്. തനിക്ക് ഈ കാര്യങ്ങളിലൊന്നും പങ്കില്ലെന്നും ആചാരങ്ങൾ പാലിച്ചു മാത്രം പ്രവർത്തിച്ച ആളാണ് താനെന്നുമാണ് തന്ത്രി ഈ ജാമ്യാപേക്ഷയിലൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഏതായാലും ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ കേസുമായി ഇതിന്റെ വാദങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉണ്ടാവുക. ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. കട്ടളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുകയാണ്. ഒപ്പം ദ്വാരപാലക കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷയും കോടതിയിൽ സമർപ്പിക്കും.